Hello students, ningalellavurkkum ee channel Learn 24 ഒരു big welcome. So I hope you guys are doing amazing. So നമ്മൾ already കുറേ portions human reproduction എന്നുള്ള ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? Now moving on towards the gametogenesis in case of female. അതായത് oogenesis എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. സോ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് oogenesis. പക്ഷേ വിത്ത് ഫ്ലോ ചാർട്ട്സ് ആൻഡ് എവറിത്തിങ് ഐ ഹാവ് മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഓക്കെ, സോ oogenesis is basically how the gametes are formed. Okay, so oogenesis is a process of formation of gametes. ഫീമെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി എഗ് ഇറ്റ് സെൽഫ്. ഓക്കെ, എഗ്ഗിനെ നമുക്ക് ഓവം എന്നും പറയാൻ പറ്റും. സോ ഫീമെയിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് പ്രോസസ് ഇസ് ബേസിക്കലി ദ ഫോർമേഷൻ ഓഫ് എ മെച്യോർ ഫീമെയിൽ ഗാമീറ്റ്. മെച്യോർ ഫീമെയിൽ ഗാമീറ്റ് ഇസ് നത്തിങ് ബട്ട് ദി ഓവം ഇറ്റ് സെൽഫ്. ഓക്കെ, സോ ഹിയർ ദ പ്രോസസ് ഓഫ് മെച്യോർ ഫീമെയിൽ ഗാമീറ്റ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഹിയർ, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് എഗ് ഇൻ ഫീമെയിൽ ബിഗിൻസ് ബിഫോർ ബർത്ത്, ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അതായത് നമ്മൾ മെയിൽസിൻ്റെ കാര്യത്തിൽ സംസാരിച്ചപ്പോൾ അവിടെ മെയിൽ ഗാമീറ്റ് അതായത് സ്പേം പ്രൊഡ്യൂസ് ആകുന്നത് വെൻ എ മെയിൽ ഇസ് ഹിറ്റിംഗ് പ്യൂബർട്ടി. Okay, as soon as the male hits the puberty, അപ്പോഴാണ് സ്പെർമാറ്റോജെനസിസ് എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ആകുന്നത്. പക്ഷെ ഫീമെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. ഓക്കെ, ഫീമെയിൽസിൽ എഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ് പ്രൊഡ്യൂസ് ആകുന്നത് ഫീമെയിൽ ബിഫോർ ഇറ്റ്സ് ഈവൻ ബോൺ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എഗ്സ് ആർ ബീൻ പ്രൊഡ്യൂസ്ഡ്. ദാറ്റ് ഈസ് ഡ്യൂറിങ് ദ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. അതായത് ഒരു പെൺകുട്ടിയുടെ എംബ്രിയോ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദ എഗ് ഇസ് ബീൻ ഫോംഡ് ഓർ ഇറ്റ് ഈസ് ബീൻ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ ഇൻ കേസ് ഓഫ് മെയിൽ ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പേമിൻ്റെ ഫോർമേഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? വെൻ എ മെയിൽ ഇസ് ഹിറ്റിംഗ് പ്യൂബർട്ടി. പക്ഷേ ഫീമെയിലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എഗ്ഗിൻ്റെ ഫോർമേഷൻ തുടങ്ങുവാണ് ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ ദാറ്റ് എംബ്രിയോ ഇസ് ബീങ് സ്റ്റിൽ ഫോംഡ്. ഓക്കെ, വളരെ ഇറ്റ്സ് എ റിയലി വണ്ടർഫുൾ തിങ്, റൈറ്റ്? സോ ദിസ് അതായത് എവിടെയാണ് ഓവംൻ്റെ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വേർ ഡസ് ഇറ്റ് ദിസ് പ്രോസസ് ഓഫ് oogenesis ഇസ് ടേക്കിംഗ് പ്ലേസ് എന്ന് സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബേസിക്കലി ടേക്കിംഗ് പ്ലേസ് ഇൻ ഓവറീസ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഓവറീസിൻ്റെ അകത്താണ് ഓവം പ്രൊഡ്യൂസ് ആകുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എൻ റിയലി ഈസിയസ്റ്റ് ആൻഡ് ആൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അഗൈൻ. സോ ദ സെക്കൻഡ് പോയിന്റ് വാസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് നല്ല പോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റാണ്. നൗ മൂവിങ് ഓൺ ടുവേർഡ്സ് ദ സ്റ്റേജസ് ഓഫ് oogenesis. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റേജസ് അണ്ടർഗോ ചെയ്തിട്ടാണ് ഒരു മെച്യോർ ഫീമെയിൽ ഗാമീറ്റ് ഫോം ആകുന്നത്. ഓക്കെ, സോ ആ സ്റ്റേജ് ഓരോരോന്നായിട്ട് നമുക്ക് ഡിസ്കവർ ചെയ്ത് പോകാം. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് oogenesis. ആദ്യത്തെ സ്റ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ അഗൈൻ ഇറ്റ് ഈസ് എ മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. സ്പെർമാറ്റോജെനസിസിലുണ്ടായ പോലെ തന്നെ ആദ്യം തന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ആണ് ആകുന്നത്. മൾട്ടിപ്ലിക്കേഷൻ അഗൈൻ ഇഫ് യു റിമെമ്പേർഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മൾട്ടിപ്ലൈയിങ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ എന്ത് മൾട്ടിപ്ലിക്കേഷൻ ആണ് നടക്കുന്നതെന്ന് നമുക്ക് ഡിസ്കവർ ചെയ്യാം. So here the germ epithelium, that is the germinal epithelium. ഇവിടെ germinal epithelium മൈറ്റോസിസ് ഡിവിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അണ്ടർഗോ ചെയ്തിട്ടാണ് ഓഗോണിയ അല്ലെങ്കിൽ എഗ് മദർ സെൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ജെർമിനൽ എപ്പിത്തീലിയം മൈറ്റോസിസ് എന്നുള്ള പ്രോസസ്സ് അണ്ടർഗോ ചെയ്തിട്ടാണ്
oogonia അല്ലെങ്കിൽ എഗ് മദർ സെൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നീട് ഈ oogonia അഗൈൻ ഡിവൈഡ് ആയിട്ട് പ്രൊഫേസ് 1, that is the meiotic division undergo ചെയ്തിട്ട് it is forming primary oocytes. Okay, so ഈ oogonia again divide ആകും പ്രൊഫേസ് 1, that is it will undergo the division of meiosis, that is meiotic division ആണ് ഇവിടെ undergo ചെയ്യുന്നത് at the stage when the oogonia is in the stage of prophase 1, and that division will lead to the formation of primary oocytes. Okay, now ഈ primary oocyte will be staying like this. Okay, ഇതൊരു particular cell, that is ഈ primary oocytes എന്നുള്ള ഈ സെൽ ഉണ്ടല്ലോ, this cell will be getting arrested at this stage. അതായത് വേറെ ഒരു ചേഞ്ചസ് undergo ചെയ്യാതെ ഈ ഒരു സ്റ്റേജിൽ it will be staying exactly like that. And moving on. Okay, so next stage ആണ് growth phase. ഗ്രോത്ത് ഫേസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഈ പ്രൈമറി oocyte ഉണ്ടല്ലോ, ദ സെൽ വിച്ച് ഇസ് ഗെറ്റിംഗ് അറസ്റ്റഡ് അറ്റ് ദ പ്രൊഫേസ് 1, ആ സെൽ ഇറ്റ് ഇസ് ബേസിക്കലി ഗെറ്റിംഗ് സറൗണ്ടഡ് ബൈ സെവറൽ ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽ. ഓക്കെ, സോ അറസ്റ്റഡ് ആയിട്ടുള്ള പ്രൈമറി oocyte കുറേ ഗ്രാനുലോസ സെല്ലിനോട് സറൗണ്ടഡ് ആകും. ഓക്കെ, അതിനെയാണ് primary follicle എന്ന് പറയുന്നത്. So when the primary oocyte is getting surrounded by a bunch of layer of granulosa cell, that is when we can call it as primary follicle. Okay, ഇനി primary follicle ന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറേ primary follicle degenerate ആകും. Okay, in the time period of birth to puberty. അതായത് കുറേ പ്രൈമറി ഫോളിക്കിൾ ആയിരിക്കും പ്രൊഡ്യൂസ് ആകുന്നത്. ഓക്കെ, സോ കുറേ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള ഈ പ്രൈമറി ഫോളിക്കിൾ ഓരോരോന്നായിട്ട് ഡീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കും ഒരു പെൺകുട്ടി ബർത്ത് ടു പ്യൂബർട്ടി വരെ ഹിറ്റ് ചെയ്യുന്ന വരെ ഒരു ഫേസിൽ. ഓക്കെ, സോ അൺടിൽ ദ ഫീമെയിൽ റീച്ചസ് ദ പ്യൂബർട്ടി, അപ്പോൾ വരെ കുറേ പ്രൈമറി ഫോളിക്കിൾ ഓൾറെഡി ഡീജനറേറ്റ് ആയി പോയിട്ടുണ്ട്. സോ ഒരു ചുരുക്കി പറയുവാണെങ്കിൽ പ്യൂബർട്ടി കാര്യം പറയുകയാണെങ്കിൽ when the female hits the puberty, only 60,000 to 80,000 primary follicle is left from 2 million of them. Okay, so birth to puberty വരെ ഈ primary follicle degenerate ആയിക്കൊണ്ടിരിക്കുകയാണ്. Right, so puberty hit ചെയ്യുമ്പോൾ as soon as the female hits the puberty, അവിടെ 60,000 to 80,000 primary follicle മാത്രം ഉണ്ടാകത്തുള്ളൂ ഔട്ട് ഓഫ് ദി 2 million ഓഫ് ദം. ഓക്കെ, സോ വളരെ എന്താ പറയുന്നത്, കുറേ amount ഓഫ് ഡീജനറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. റൈറ്റ്, സോ ടോക്കിംഗ് അബൌട്ട് ദിസ് പ്രൈമറി ഫോളിക്കിൾ, ഇനി ഫോം ആയിക്കൊണ്ടിരിക്കുന്ന പ്രൈമറി ഫോളിക്കിൾ, ദിസ് പ്രൈമറി ഫോളിക്കിൾ it will be having a new layer, this new layer of granulosa cell. അതുകൂടാതെ ഒരു ന്യൂ തീക്ക is also forming. Okay, so ഈ primary follicle it will have a new layer of granulosa cell. അതുകൂടാതെ ഒരു ന്യൂ തീക്കയും ഫോം ചെയ്യും. അതെന്തുകൊണ്ട്? കാരണം to form a secondary follicle. Okay, so here primary follicle to secondary follicle ആയി. ഓക്കെ, സോ അതെങ്ങനെയാകുന്നത്? പുതിയ ഗ്രാനുലോസ സെൽ വന്നിട്ടും അതുകൂടാതെ ഒരു പുതിയ തീക്ക ലെയർ വന്നിട്ടുമാണ് ഈ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളിലോട്ട് ആവുന്നത്. സോ ദിസ് ഇസ് ദ ഫേസ് ദാറ്റ് ഇസ് കോൾഡ് ആസ് ഗ്രോത്ത് ഫേസ് ഇൻ കേസ് ഓഫ് oogenesis. ഇനി മൂവ് ഓൺ ചെയ്യാം. ടോക്കിംഗ് അബൌട്ട് ദ മെച്ചുറേഷൻ ഫേസ്. മെച്ചുറേഷൻ ഫേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിയർ ദ സെക്കൻഡറി ഫോളിക്കിൾ is basically becoming matured and will be forming a tertiary follicle. Okay, so primary follicle പുതിയ ഒരു granulosa layer form അല്ലെങ്കിൽ ഒരു പുതിയ തീക്ക ഫോം ചെയ്തിട്ട് സെക്കൻഡറി ഫോളിക്കിൾ ഉണ്ടാക്കി. പിന്നെ സെക്കൻഡറി ഫോളിക്കിൾ again it will grow and it will be forming a tertiary follicle. ഓക്കെ, സോ ഈ ടേർഷ്യറി ഫോളിക്കിളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലെങ്കിൽ ഡിഫറൻസ് നമുക്ക് സെക്കൻഡറി ഫോളിക്കിളിനും ടേർഷ്യറി ഫോളിക്കിളിനും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ഇവിടെ ടേർഷ്യറി ഫോളിക്കിളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഇവിടെ ഒരു ഫ്ലൂയിഡ് ക്യാവിറ്റി പ്രസൻറ്റ് ഉണ്ടായിരിക്കും.
and that cavity is called as antrum. Okay, so these cavity is called as antrum. Okay, so tertiary follicle എങ്ങനെയാ സെക്കൻഡറി ഫോളിക്കിളിലോട് ഡിഫറൻഷിയേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് സിമ്പിൾ ദാറ്റ് the tertiary follicle contains a fluid filled cavity which is called as antrum. Okay, so നമ്മൾ already പഠിച്ച ഒരു new theca layer is forming, right? So theca layer ന്റെ കാര്യം പറയുകയാണെങ്കിൽ this theca layer consists of two layers, അതായത് the inner theca and outer theca. Okay, inner theca നെയാണ് നമ്മൾ interna എന്ന് പറയുന്നത്, outer theca നെയാണ് നമ്മൾ externa എന്ന് പറയുന്നത്. Alright, so this is the maturation phase of oogenesis. So നമ്മൾ ഇവിടം വരെ already പഠിച്ചു, that is oogonium, it will undergo the process of meiotic division and it will be forming primary oocyte. Okay, so primary oocyte ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് കുറേ ഡീജനറേറ്റും ആയിക്കൊണ്ടിരിക്കും. So this primary follicle will be developing and then primary follicle കുറേ degenerate ആകും and then it will be eventually forming a secondary follicle. ആ secondary follicle tertiary follicle ആയിട്ട് പിന്നെയും ഫോം ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമ്മുടെ പ്രൈമറി oocyte, that is inside this follicle, നമ്മുടെ പ്രൈമറി oocyte ശരിക്കും സൈസിൽ ബിഗ്ഗർ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വി ഹാവ് സ്റ്റഡീഡ് ടിൽ ഹിയർ. നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫോളിക്യുലർ ഡെവലപ്മെൻറ്റ്, അതായത് ഈ പ്രൈമറി oocyte. ഓക്കെ, സോ ഈ പ്രൈമറി oocyte നമ്മുടെ ടേർഷ്യറി ഫോളിക്കിളിൻ്റെ അകത്ത് ഗ്രോ ആയിക്കൊണ്ടിരിക്കും. സോ ലൈക്ക് ഐ സെഡ്, ഈ പ്രൈമറി oocyte or primary oocyte which is basically growing in size inside the tertiary follicle. Okay, so അത് ഞാൻ ലാസ്റ്റ് ക്ലിപ്പിൽ പറഞ്ഞായിരുന്നല്ലോ, ലാസ്റ്റ് സ്ലൈഡിൽ. So here the primary oocyte within the tertiary follicle is growing in size. നമ്മുടെ tertiary follicle അകത്ത് തന്നെയാണ് ഈ primary oocyte present and it is completely growing. Okay, so ഒരു growth complete ആകുമ്പോൾ it basically completes the first meiotic division and then it will be dividing into two daughter nuclei. A two daughter nuclei is nothing but the secondary oocyte which is diploid in nature. Karanam, it is undergoing the process of meiosis. Meiosis എന്തായിരുന്നു? Reduction, right? So ഇവിടെ reduce ആകുകയാണ് ചെയ്യുന്നത്. So നമ്മളുടെ primary oocyte tertiary follicle അകത്ത് grow ആയിക്കൊണ്ടിരിക്കും and when it completes the first meiotic division it will be forming two daughter nuclei. ആ ടു ഡോട്ടർ ന്യൂക്ലിയ ആണ് സെക്കൻഡറി oocyte, അതിനെ നമുക്ക് ഓവം എന്നും പറയാം. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദി ഫസ്റ്റ് പോളാർ ബോഡി. ഇതൊരു കുഞ്ഞൊരു ടൈനി ബോഡിയാണ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് പോളാർ ബോഡി. ഇനി സെക്കൻഡറി oocyte അല്ലെങ്കിൽ ഓവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് ഈസ് ദ സ്ട്രക്ചർ വിച്ച് റീറ്റെയിൻസ് എ ബൾക്ക് ഓഫ് ന്യൂട്രിയൻറ്റ് വിച്ച് ഇസ് റിച്ച് ഓഫ് സൈറ്റോപ്ലാസം ഓഫ് ദി പ്രൈമറി oocyte. Okay, so secondary oocyte is the one which retains most of the nutrient and it is containing rich cytoplasm which was present on the primary oocyte. Okay, so ഇവിടെ നമ്മുടെ primary oocyte divide ആയിട്ട് secondary oocyte ഉം അതായത് ovum and ഒരു tiny polar ബോഡിയും ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സും പഠിച്ചു. സോ ഇതാണ് സെക്ഷണൽ വ്യൂ ഓഫ് ഓവറി. ഓക്കെ, ഇതൊരു ഡയഗ്രാം ആണ്, ദാറ്റ് ഈസ് ഓഫ് എ സെക്ഷണൽ വ്യൂ ഓഫ് ഓവറി. ഇത് നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. സോ ഹിയർ യു ക്യാൻ സീ ദ പ്രൈമറി oocyte is forming a layer and that is the granulosa layer and it is forming a primary follicle and then it will grow and change into a secondary follicle. അതായത് പുതിയൊരു granulosa layer ഉണ്ടാക്കും and that one will mature and form a tertiary follicle. ഇനി ഈ tertiary follicle again mature ആയിട്ട് ഗ്രാഫിയൻ follicle ഉണ്ടാക്കും. ഓക്കെ,
So simultaneously when the primary oocyte is dividing into secondary oocyte and a tiny polar body, ആ സമയത്ത് ഈ tertiary follicle mature ആകുന്നുണ്ട് Graafian follicle ആയിട്ട്. Okay, so here you can see the Graafian follicle. ഇനി further process here you can see the secondary oocyte has been released. അതെങ്ങനെ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. Okay, so like I said, the tertiary follicle changes into a mature follicle അല്ലെങ്കിൽ നമുക്കിതിനെ Graafian follicle എന്നും പറയാൻ പറ്റും. So ഇവിടെ secondary oocyte, like I said, from the primary oocyte, secondary oocyte പിന്നെ ഒരു tiny smaller polar bodyയും ഫോം ആയിട്ടുണ്ടല്ലോ. ഇനി tertiary follicle അകത്തുള്ള ഈ secondary oocyte forms a new layer or a new membrane, and this membrane is called as zona pellucida. Okay, so നമ്മുടെ ഈ സെക്കൻഡറി oocyte പിന്നെയും ഒരു ലെയർ ഫോം ചെയ്യും അതിൻ്റെ അറൗണ്ട്, ആൻഡ് ദാറ്റ് ലെയർ ഇസ് കോൾഡ് ആസ് സോണ പെലുസിഡ. ഓക്കെ, പിന്നീട് ഈ സെക്കൻഡറി oocyte വിൽ സ്റ്റാർട്ട് എ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ, പക്ഷേ it will again remain suspended in the metaphase 2 till the sperm enters inside it. Okay, so ആദ്യം പ്രൊഫേസ് 1 ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു സെല്ലിൻ്റെ, റൈറ്റ്? ഇവിടെയും സെക്കൻഡറി oocyte സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യും, ആൻഡ് ഈ സെൽ, അതായത് ഈ ഡിവിഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ദിസ് പെർട്ടിക്കുലർ സെൽ ഓർ പെർട്ടിക്കുലർ secondary oocyte is basically becoming suspended in the metaphase 2. Metaphase 2 എന്നുള്ള ഈ ഡിവിഷൻ ആയി കഴിയുമ്പോൾ ഈ സെക്കൻഡറി oocyte അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, until the sperm is being entered. ഒരു sperm enter ആവുന്ന വരെ ആ സെൽ അവിടെ തന്നെ ഇരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ദ മെറ്റാഫേസ് 2, നമ്മുടെ ഈ സെക്കൻഡറി oocyte. സോ മൂവിങ് ഓൺ, when the sperm is entering. Okay, if sperm enter ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? സോ നമ്മുടെ ഈ Graafian follicle അകത്താണ് ഈ സെക്കൻഡറി oocyte ഇരിക്കുന്നത്, റൈറ്റ്? സോ വി ഓൾ നോ ദാറ്റ്. പിന്നെ Graafian follicle അകത്ത് തന്നെ സെക്കൻഡറി oocyte ഒരു പുതിയ ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. ആ ലെയർ എന്താ? സോണ പെലുസിഡ. പിന്നെ സെക്കൻഡറി oocyte പിന്നീടും ഒരു മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്യും, ആൻഡ് ദാറ്റ് സെൽ ഇസ് becoming suspended in the metaphase 2. ഇനി നെക്സ്റ്റ് സ്റ്റേജ്, വാട്ട് ഹാപ്പൻസ് ഇഫ് എ sperm is being entered? എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ Graafian follicle റപ്ചർ ആയിട്ട് ഈ സെക്കൻഡറി oocyte അല്ലെങ്കിൽ ഓവത്തിനെ റിലീസ് ആക്കും ഫ്രം ദി ഓവറി. സോ നമ്മുടെ ഓവറിയുടെ അകത്താണ് ഈ എല്ലാം പ്രോസസ്സ് നടക്കുന്നതെന്ന് നമുക്ക് നല്ലപോലെ അറിയാലോ. സോ ഈ Graafian follicle ഒരു sperm എൻറ്റർ ആയി കഴിയുമ്പോൾ ഇറ്റ് വിൽ ബേസിക്കലി റപ്ചർ, ഓർ ഒരു sperm എൻറ്റർ ആകാനുള്ള എന്താ പറയുന്നത് അതും വേണ്ട, ലൈക്ക് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദ sperm ഷുഡ് എൻറ്റർ. ഓക്കെ, സോ the Graafian follicle, it will rupture after some time to release the secondary oocyte അല്ലെങ്കിൽ ovum, and that will undergo the process of ovulation. Okay, so നമ്മുടെ Graafian follicle ന്ന് secondary oocyte ഇറങ്ങിയിട്ടുണ്ട്, and that process is called as ovulation. And വളരെ ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഇസ് നോട്ട് റിയലി ഇമ്പോർട്ടൻറ്റ് ഈ ഒരു sperm എൻറ്റർ ആയി കഴിഞ്ഞിട്ട് ഈ Graafian follicle റപ്ചർ ആകും. സോ ഇറ്റ് ഈസ് നോട്ട് എ റിയലി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്. ഓക്കെ, സോ ഒരു sperm എൻറ്റർ ആവാതെ തന്നെ ഈ Graafian follicle റപ്ചർ ആകും. അത് അതിൻ്റെ ആൻസർ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ Graafian follicle റപ്ചർ ആയിട്ട് സെക്കൻഡറി oocyte റിലീസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, so like I said, it's not really necessary for the sperm to enter for the Graafian follicle to rupture and release the secondary oocyte. So അത് കൂടാതെ വേറെ എന്താ ഓൾട്ടർനേറ്റീവ് അല്ലേ? അത് നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. So until then, bye bye and take care.